മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടകശനി, ഏഴരശനി എന്നെല്ലാം പറഞ്ഞൊരു വിവരണം കൊടുത്തിരുന്നു. അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു. പലപ്പോഴും നമ്മളുടെ പൈതൃകത്തിലെ ചില വാക്കുകൾ എന്താണെന്നോ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നോ ആ സംഭവം എന്താണെന്നോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പരിഹാരമുണ്ടോ എന്നോ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ പലരും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാറില്ല. അങ്ങനെയുള്ളൊരു ചോദ്യമാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, പ്രശ്നം വെക്കുന്നത് നല്ലതോ ചീത്തയോ എന്നല്ല, ഒരമ്പലത്തിൽ പ്രശ്നം വെച്ച് ആ പ്രശ്നം വെപ്പിക്കുന്ന അമ്പലത്തിലെ ഭാരവാഹികൾക്ക് താങ്ങാവുന്ന വിധത്തില് അമ്പലത്തിലെ പുനഃപ്രതിഷ്ഠയും അമ്പലത്തിലെ നവീകരണത്തിൻ്റെയും എല്ലാം ഒരു ചാർട്ട്, ഒരു പ്രോജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ദൈവപ്രശ്നം വെച്ച ആ രീതി നല്ലതാണെങ്കിൽ ആ പ്രശ്ന വിചാരം നടത്തുന്ന ആള് കൊടുക്കുന്ന ചാർട്ടിനോട് വിശ്വാസമുണ്ടെങ്കിൽ ആ അമ്പല ഭാരവാഹികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഒരു ക്രിക്കറ്റ് കളിയിൽ ആരാദ്യം കളിക്കണം എന്നുള്ളത് ടോസ് ചെയ്തെടുക്കുന്ന ആ ടോസിങ്ങില് പ്രത്യേകിച്ച് സയൻസ് ഒന്നുമില്ല, എന്നാലും അത് യൂസ്ഫുള്ളാണ്. അതേപോലെ പ്രശ്നം വെക്കുന്നതിൽ വലിയ സയൻസ് ഒന്നും ഇല്ലെങ്കിലും ആ അമ്പലത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ ചിലപ്പോൾ പ്രശ്നവിചാരം വളരെയേറെ സഹായിക്കും. ഇതൊരു വീട്ടിലെ പ്രശ്നം വെച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇനി അഥവാ ഒരാൾക്ക് വെക്കണമെന്ന് തോന്നിയെന്ന് വിചാരിക്കാം, ആ വെച്ച് നിങ്ങളുടെ വീട്ടിൽ പ്രോബ്ലം ഉണ്ടാവാൻ കാരണം ഇതൊക്കെയാണെന്നും പറഞ്ഞിട്ട് ഒരു കാരണവും അയാൾ പറഞ്ഞു എന്ന് വിചാരിക്കാം. ആ വീട്ടുകാർക്ക് പകുതി പേർക്ക് അതിൽ ഒരു വിശ്വാസവും ഇല്ല, പിന്നെ പകുതി പേർക്ക് കുറച്ചൊക്കെ വിശ്വാസമുണ്ട്, ഒന്നോ രണ്ടോ പേർക്ക് ഭയാനകമാം വിധത്തിൽ വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ എല്ലാവരെയും കൂടി ചേർത്ത് കൊണ്ടുപോകാൻ ഈ പ്രശ്നം വെച്ച ആള് ഒരു പരിഹാരം പറയും. ആ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് ശരിക്ക് അതിനൊരു പരിഹാരമില്ല, അനുഭവിക്കേണ്ടത് സൂചിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം വെക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് സയൻസ് ഇല്ല, ലോജിക്കില്ല, റാഷണലില്ല. പക്ഷെ യൂസ്ഫുൾ ആയിരിക്കാം ചിലർക്ക്. ആ പ്രശ്ന പരിഹാരത്തിന് ചില കാര്യങ്ങളൊക്കെ വഴിപാട് പറയാറുണ്ട്. ഉദാഹരണമായിട്ട് ശനിയുടെ ദശയില്, ശനി നീചത്തിലാണെങ്കിൽ ശിവനും ശാസ്താവിനും, ചൊവ്വയുടെ ദശയില് ചൊവ്വ നീചത്തിലോ അല്ലെങ്കിൽ പാപകർത്തരി യോഗത്തിലോ മറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പോകാൻ പറയും. ഗുരു രണ്ടാം ഭാവത്തിലോ നീചത്തിലോ ഒക്കെ വരികയാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലേക്കോ പോയിട്ട് വഴിപാട് നടത്താൻ പറയും. അതല്ല രാഹുവോ കേതുവോ അത്രയും നല്ല ശുഭസ്ഥാനത്തല്ല 6, 8, 12 നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ നിങ്ങൾ സർപ്പക്ഷേത്രത്തിൽ പോകാൻ പറയും, മണ്ണാർശാലയിലോ മറ്റൊക്കെ പോകാൻ പറയും, പാമ്പുമ്മയ്ക്കടൊക്കെ പോകാൻ പറയും. അതെല്ലാം പറയുന്നതിന് പുറകിൽ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്കതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് പരിഹരിക്കാനായിട്ട് ഒരു വഴി പറഞ്ഞു തന്നു. ആ വഴി വർക്ക് ചെയ്യട്ടെ, വർക്ക് ചെയ്യാതിരിക്കട്ടെ. 10, 25, 50, 100, 200 രൂപ കൊടുത്താൽ അതിൽ വിശ്വാസമുള്ളവൻ ആശ്വാസം കിട്ടുമെങ്കിൽ ആ ആശ്വാസം ഏത് ആശുപത്രി പോയാലും മെഡിക്കൽ ഷോപ്പിൽ പോയാലും കിട്ടില്ല. അതുകൊണ്ട് ആ ആശ്വാസത്തിന് വേണ്ടി അത് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നില്ല, പക്ഷെ ചീത്തയല്ല. കാരണം ചിലർക്ക് ചരട് ജപിച്ച് കെട്ടിയാൽ പ്രയോജനം ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ ഒരു മലയാളി ജോലി ചെയ്യുന്ന സമയത്ത് അയാൾ ഒരിക്കല് രാത്രി 11:30 മണിക്ക് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. കാർ ഓടിച്ച് റോട്ടിൽ ഒരൊറ്റ മനുഷ്യനില്ല. അറിയപ്പെടുന്ന പിടിച്ചുപറി കേന്ദ്രമാണ് ആ റോഡ് പോകുന്ന വഴികൾ. എപ്പോൾ വേണമെങ്കിലും ആര് വേണമെങ്കിലും റോഡ് സൈഡിൽ നിന്ന് കൈ കാണിച്ച് വണ്ടി നിർത്തിയില്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കും. അതിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ കുഴി ഉണ്ടാവും, കല്ല് വെച്ചിട്ടുണ്ടാവും, തടി വെച്ചിട്ടുണ്ടാവും. നിർത്താതെ സ്പീഡിൽ അടിച്ചു പോയാൽ ചിലപ്പോൾ ആ കല്ലിൽ തട്ടിയിട്ട് വണ്ടി ഇടിച്ചു പോയിന്ന് വരും. അദ്ദേഹം എന്നോട് പറയായിരുന്നു,
വളരെ 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 ഭയപ്പെട്ടാ പോയത്. പക്ഷെ എനിക്ക് ധൈര്യം കിട്ടിയത് സാറ് എനിക്ക് തന്ന പ്ലാസ്റ്റിക്കിന്റെ ഓംകാര ലോക്കറ്റാണ്. വഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ പൂജിച്ച് ചില ഭസ്മവും പൂവും ഇട്ട് അയാൾക്ക് കൊടുത്ത ആ ലോക്കറ്റ് കാറിൽ കെട്ടിയിരുന്നു. ആ ലോക്കറ്റിൽ മാത്രം, വലിയ ലോക്കറ്റാണ്, ആ ഓംകാരത്തിൽ മാത്രം നോക്കിയാ വണ്ടി ഓടിച്ചത്. അപ്പൊ കിട്ടിയ ആത്മവിശ്വാസവും ധൈര്യവും കൊണ്ടാണ് ഞാൻ എത്തേണ്ടിടത്ത് എത്തിയത്. ഈ ലോക്കറ്റ് അല്ലെങ്കിൽ ഓംകാരം വെച്ചില്ലെങ്കിലും അയാൾ വീട്ടിലെത്തുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഭയത്തോടു കൂടി വീട്ടിലെത്തുന്നതിന് പകരം ഇത് അയാളുടെ ഭയത്തെ കുറയ്ക്കാൻ സാധിച്ചുവെങ്കിൽ, ഇതിലൂടെ അയാൾക്ക് അയാളുടെ മനസ്സിലെ ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ, ആ ടെൻഷൻ കുറയ്ക്കലിന് അയാൾ ചെലവാക്കിയത് 10 രൂപ മാത്രമാണ്. അത് പെർമനന്റ് ആണ്, അത് റീയൂസബിൾ ആണ്. എവിടേക്ക് പോകുമ്പോഴും അതിൽ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അയാൾക്കത് അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പ്രശ്നം ഞാൻ വെക്കണമെന്ന് ഒരിക്കലും പറയില്ല. കഴിയുന്നതും വെക്കരുത്. നമ്മളുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് നമ്മളാണ്. അത് ജ്യോതിഷനോ പ്രശ്നം വെക്കുന്നവരോ അല്ല നമ്മുടെ പ്രശ്നം പരിഹരിക്കേണ്ടത്. പക്ഷെ അത് വെച്ചാൽ പ്രയോജനമുണ്ടെന്ന് ധരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ, ആ വിഭാഗത്തിന്റെ വികാരത്തെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വെച്ച് തീരൂ എങ്കിൽ അതിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് പറയുന്ന വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്താൽ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാം. പക്ഷെ അതിന് വിശ്വാസം ഉണ്ടെങ്കിലേ പ്രയോജനമുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു ഈശ്വരനും നിങ്ങളുടെ പ്രശ്നം ഇല്ലാതെയാക്കുന്നില്ല, ഒരു ഈശ്വരനും നിങ്ങൾക്ക് പ്രശ്നം തരുന്നില്ല. പ്രശ്നത്തിലാണെങ്കിലും ജാതകത്തിലാണെങ്കിലും ഗ്രഹങ്ങള് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഏതുപോലെയാ? നമ്മൾ ഈ ട്രാഫിക്കിൽ പോകുമ്പോൾ, നല്ല തിരക്കുള്ള വഴി കൂടെ പോകുമ്പോൾ സിഗ്നൽ വരുന്നില്ല. റെഡ് സിഗ്നല്, മഞ്ഞ സിഗ്നല്, ഗ്രീൻ സിഗ്നല്. ആ റെഡ് സിഗ്നൽ ലൈറ്റ് വരുമ്പോ ആ ലൈറ്റ് നിങ്ങൾ വണ്ടി നിർത്തണം എന്നുള്ളതിന് ഒരു സൂചന മാത്രമാണ്. ആ റെഡ് ലൈറ്റ് നിങ്ങളുടെ വണ്ടി നിർത്തുന്നില്ല. വണ്ടി നിർത്തുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും സ്ലോ ആക്കുന്നതും നിങ്ങളാ, അനുഭവിക്കേണ്ടതും നിങ്ങളാ. അതൊരു സിഗ്നൽ മാത്രമാണ്. മഞ്ഞ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോയതാണെങ്കിൽ ആ പോകാൻ വേണ്ടിയിട്ടാ മഞ്ഞ. പച്ചയാണെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയിരിക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മുമ്പോട്ട് പോകാം, അപ്പുറത്ത് ഇപ്പുറത്ത് വണ്ടി വരില്ല. ഈ ഒരു ഇൻഡിക്കേഷനാണ് റെഡ് സിഗ്നലും ഗ്രീൻ സിഗ്നലും യെല്ലോ സിഗ്നലും. അതേപോലെ ചൊവ്വയായാലും ചന്ദ്രനായാലും സൂര്യനായാലും ഗുരുവായാലും ശുക്രനായാലും അതിലെ 12 ഭാവങ്ങളായാലും, ലഗ്നഭാവം ശരീരം, 2 വാക്ക് കമ്മ്യൂണിക്കേഷൻ, 3 സഹോദരഭാവം, 4 മാതൃഭാവം, 5 പുത്രഭാവം, 6 ബിഹേവിയറൽ പാറ്റേൺ, 6 പാർട്ട്ണർ, 8 മൃത്യുഭാവം, 9 പൂർവ്വ പുണ്യം പിതൃഭാവം, 10 കർമ്മഭാവം, 11 ആയം, 12 വ്യയം. 12 ഭാവങ്ങള് ഓരോ ഗ്രഹങ്ങൾക്കും 100, 120 കാരകത്വം കൊടുത്ത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കാനുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തരുന്നുണ്ടെന്നുള്ളതല്ല. അപ്പോ ഒരു വഴിപാടോ ഇതോ കൊണ്ട് അത് മാറില്ല. പക്ഷെ മാറുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടത് ചെയ്യാം. പിന്നെ ജ്യോതിഷത്തിൽ വിശ്വസിക്കരുത് എന്ന് ഞാൻ പറയുമ്പോഴും അന്ധമായിട്ട് വിശ്വസിക്കരുതെന്നേ പറയാറുള്ളൂ. ഈ ലോകത്തിലെ ഒന്നിനെയും അന്ധമായിട്ട് വിശ്വസിക്കരുത്. ദശരഥൻ കൈകേയിയെ അന്ധമായിട്ട് വിശ്വസിച്ചതാണ് ദശരഥന്റെ മരണത്തിന് കാരണമായത്. അതുകൊണ്ട് നമ്മൾ ഏതിലും ശ്രദ്ധിക്കാനുള്ളത് ഒന്നും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്. എല്ലാത്തിലും നന്മകളുണ്ട്, നല്ല അറിവുണ്ട്, ചീത്ത അറിവുണ്ട്. നല്ല അറിവാണ് E=mc², ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഇക്വേഷൻ. ആ നല്ല അറിവിനെയാണ് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. നല്ല അറിവാണ് റിസർച്ച് നടത്തുക. ആ നല്ല അറിവ് ആഫ്രിക്കയിലെ കുരങ്ങന്മാരിൽ നടത്തിയതാണ് എയ്ഡ്സ് എന്ന രോഗം ഉണ്ടാവാൻ കാരണം. നല്ല അറിവാണ് മരുന്നുകൾ. അത് ഓവർഡോസ് കൊടുത്ത് ഡോക്ടർമാർ കമ്മീഷൻ മേടിക്കുന്നതാണ് അത് ശാപമായി തീർന്നത്. ആശുപത്രികൾ നല്ലതാണ്, പക്ഷെ കച്ചവട സ്ഥാപനങ്ങളായി മാറുമ്പോഴാണ് സംഭവിക്കുന്നത്. MRI സ്കാനിങ് നല്ലതാണ്, വേണ്ടതിനും വേണ്ടാത്തതിനും MRI സ്കാനിങ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കമ്മീഷനാണ് ഡോക്ടർമാർക്ക് കിട്ടുന്നത്. 9,000 രൂപ MRI സ്കാനിങ്ങിന് ഉണ്ടെങ്കിൽ 4,500 രൂപ ഡോക്ടർമാരുടെ കമ്മീഷനാ. അപ്പൊ ഏത് നല്ലതിനും ചീത്തയുണ്ട്.
ഏത് ചീത്തയിലും നല്ലതുണ്ട്. യോഗാദപി വിഷം തീക്ഷ്ണം ഭവേത് ഭൈഷജ്യമുത്തമം ഭൈഷജ്യമപി ദുർയുക്തം ഭവേത് തീക്ഷ്ണം വിഷം. പ്രോപ്പർ കോമ്പിനേഷൻ കൊണ്ട് ഒരു വിഷവും മരുന്നായിട്ട് ഉപയോഗിക്കാം. നല്ല മരുന്നാണെങ്കിലും പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് വിഷമായി തീരും. അപ്പൊ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ പ്രശ്നം വെക്കുക, അതിന് പരിഹാരം ചെയ്യുക, അതെല്ലാം അസാധാരണമായിട്ട് വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറയാറുണ്ട്. എങ്കിലും അതിൽ ചില വഴിപാടുകളൊക്കെ ചെയ്താൽ ശാന്തി കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം. ആരെന്ത് പറയുന്നു എന്നൊന്നും അന്വേഷിക്കാൻ പോകണ്ട. പക്ഷെ അതിൽ വിശ്വാസം ഇല്ലെങ്കിൽ, നല്ലത് വിശ്വാസം ഇല്ലാതിരിക്കലാണ്, അതിലേക്ക് പോവാതിരിക്കുക. പ്രണാമം, നമസ്കാരം.